നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ ആ വാർത്ത എത്തിയിരിക്കുന്നു. ബയേൺ മ്യൂണിക്കിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് തോമസ് തുഷേൽ മാറുകയാണ്. ഒഫീഷ്യലായിട്ട് ഇക്കാര്യം ബയേൺ മ്യൂണിക്ക് അറിയിച്ചു കഴിഞ്ഞു. തോമസ് തുഷേലിന്റെ പ്രതികരണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ബയേൺ പരാജയങ്ങൾക്ക് പുറകെ പരാജയപ്പെടുകയാണ്. അപ്പോൾ തന്നെ തോമസ് തുഷേലിന്റെ ഭാവി അത്ര ശുഭകരമല്ല എന്നത് വ്യക്തമായിരുന്നു. ഇപ്പോഴിതാ ഒഫീഷ്യലായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ സീസണിന്റെ അവസാനത്തോടുകൂടി ബയേൺ മ്യൂണിക്കിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് തോമസ് തുഷേൽ മാറും. ഈ സീസൺ അവസാനിക്കുന്നത് വരെ അദ്ദേഹം തുടരും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആദ്യം കോൺട്രാക്ട് ഉണ്ടായിരുന്നത് 2025 വരെയാണ്. എന്നാൽ അതുവരെ കാത്തു നിൽക്കുന്നില്ല. 2024-25 സീസൺ അത് എന്ന് പറയുമ്പോൾ 2025 ജൂൺ 30 വരെ അദ്ദേഹത്തിന് കരാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മ്യൂച്വലി എഗ്രി ചെയ്തിരിക്കുന്നു. ഈ 2024 ജൂണിൽ തന്നെ അദ്ദേഹം പടിയിറങ്ങുകയാണ്. ബയേൺ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നു. അതിൽ പറയുന്നത് ബയേൺ മ്യൂണിക്കും കോച്ച് തോമസ് തുഷേലും ജോയിന്റ്ലി തീരുമാനമെടുത്തിരിക്കുന്നു. അവരുടെ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയാണ്. 2025 ജൂൺ വരെ ഉണ്ടായിരുന്ന കോൺട്രാക്ട് ആണ്. അത് 2024 ജൂൺ 30 അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് ബയേൺ മ്യൂണിക്കിന്റെ CEO യാൻ ക്രിസ്ത്യൻ റീസണും തോമസ് തുഷേലും നടത്തിയിട്ടുള്ള ഒരു ഡിസ്കഷന്റെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷന്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞ തീരുമാനമാണ് എന്നുകൂടി അവർ അറിയിക്കുന്നുണ്ട്. ബയേണിന്റെ CEO ഇതിനെക്കുറിച്ച് പറയുന്നത് നല്ലൊരു ഡിസ്കഷൻ, ഒരു ഓപ്പൺ ഡിസ്കഷൻ നടത്തി അതിൽ നിന്ന് ഞങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയാണ്, ഈ സമ്മറോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ബയേണിന്റെ CEO പറയുന്നതെങ്കിൽ തോമസ് തുഷേൽ പറയുന്നു ഞങ്ങൾ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. ഈ ഒരു റിലേഷൻഷിപ്പ് സീസണിന്റെ അവസാനത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. പക്ഷേ അതുവരെ ഓഫ് കോഴ്സ് ഞാനും എൻ്റെ കോച്ചിങ് സ്റ്റാഫും ബയേണിന് മാക്സിമം വിജയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ള ഉറപ്പ് ഇപ്പോൾ തോമസ് തുഷേലും നൽകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.